ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ സിലബസിലെ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന മൊഡ്യൂൾസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിൽ കുറേ PYQs ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എക്സ്പ്ലനേഷൻസ് നോക്കാം. അതായത് നമ്മൾ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ മൊഡ്യൂളിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് മിക്സേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എ പ്യോർ കെമിക്കൽ കോമ്പൗണ്ട് ഇസ്, ഒരു പ്യോർ കെമിക്കൽ കോമ്പൗണ്ട്. ഓക്കെ, ആ ടേം ശ്രദ്ധിക്കണം. എലമെന്റ് അല്ല, മിക്സ്ചർ അല്ല. ഓക്കെ, എ പ്യോർ കെമിക്കൽ കോമ്പൗണ്ട് ഇസ് ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ? ഓക്കെ, ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹോമോജീനസ് ആയിരിക്കും അല്ലെങ്കിൽ ഹെട്രോജീനസ് ആയിരിക്കും. ഒരു കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. H2O ഒരു കോമ്പൗണ്ട് ആണ്. H എന്ന് പറയുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റും ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തതാണ് ഇത് H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോമ്പൗണ്ട് H2O വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാട്ടറിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ നേച്ചർ ഒരേപോലെ ആയിരിക്കില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹോമോജീനസ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പൊ ഈ ബ്ലാങ്ക്സിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇറ്റ് ഈസ് ഹോമോജീനസ്. ഒരു പക്ഷെ ഇവിടെ മിക്സ്ചർ എന്ന് വരുവാണെങ്കിൽ, ഒരു കെമിക്കൽ മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരില്ല? ഈ ഹോമോജീനസ് എന്ന് വരില്ല. കാരണം മിക്സ്ചറിന്റെ പല ഭാഗത്തും അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒക്കെ എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കും. കെമിക്കൽ നേച്ചർ വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ബി, constituents of a mixture can be separated by employing suitable dash. കെമിക്കൽ മെത്തേഡ്സ് വഴിയാണോ ഫിസിക്കൽ മെത്തേഡ്സ് വഴിയാണോ നമുക്കൊരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക? ഓക്കെ, ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 2 or more കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തതാണ് അല്ലേ? അപ്പോൾ ശരിക്കും ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കെമിക്കൽ മെത്തേഡ്സ് ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫിസിക്കൽ മെത്തേഡ്സ് തന്നെ മതിയാവും. ഫിസിക്കൽ മെത്തേഡ്സ്. ഓക്കെ, സോ കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ H2O ഒരു കോമ്പൗണ്ട് ആണ്. ഇതിൽ നിന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കെമിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരുപാട് ഫിസിക്കൽ പ്രോസസ്സുകൾ, ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്താൽ മതി. ഫിസിക്കൽ മെത്തേഡ്സ് ഫോർ എക്സാമ്പിൾ ഫിൽട്രേഷൻ, സബ്ലിമേഷൻ. മിക്സ്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച്, മിക്സ്ചറിന്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സ്വീകരിക്കാം. ഡിസ്റ്റിലേഷൻ തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ദെൻ ക്രോമാറ്റോഗ്രഫി. ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് ഫിസിക്കൽ മെത്തേഡ്സ് ആണ് ഫോർ സെപ്പറേറ്റിംഗ് എ മിക്സ്ചർ. ഓക്കെ, ക്രോമാറ്റോഗ്രഫി ഇതൊക്കെ ഓർത്തിരിക്കുക. സി, ദ ക്ലിയർ ലിക്വിഡ് ഒബ്റ്റൈൻഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് ആൻ സൊല്യൂബിൾ സോളിഡ് ആണോ ഇൻസൊല്യൂബിൾ സോളിഡ് ആണോ? ഓക്കെ, അതായത് എ ക്ലിയർ ലിക്വിഡ് ഒബ്റ്റൈൻഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് ആൻ സൊല്യൂബിൾ ആണോ ഇൻസൊല്യൂബിൾ ആണോ എന്ന് ആദ്യം നോക്കുക. ദെൻ ലിക്വിഡ് ബൈ ദ പ്രോസസ് ഓഫ് എന്താണ്? ഫിൽട്രേറ്റ് അല്ലെ? പ്രോസസ് ഓഫ് ഡാഷ് ഈസ് കോൾഡ് ഫിൽട്രേറ്റ്. അപ്പൊ ഫിൽട്രേറ്റ് കിട്ടണമെങ്കിൽ ഈ പ്രോസസ് എന്തായിരിക്കണം? യെസ്, ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലോ സൊല്യൂബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സോൾട്ട് പ്ലസ് വാട്ടർ എന്ന് വെച്ചാൽ ഒരു സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് ഫുള്ളി എന്താണ്? വാട്ടർ സൊല്യൂബിൾ ആണ്. ഇത് നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഇവിടെ സോളിഡ് പാർട്ട് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആയി കഴിഞ്ഞു. പക്ഷേ ഒരു സാൻഡ് വാട്ടർ മിക്സ്ചർ ആണെങ്കിലോ, സാൻഡ് പ്ലസ് വാട്ടർ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡാഷിൽ എന്താണ് വരിക? ഇൻസൊല്യൂബിൾ മിക്സർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയുള്ള കീവേഡ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ക്ലൂ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വേർഡ് തന്നെയാണ്, ഫിൽട്രേറ്റ് അല്ലെ? ഫിൽട്രേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിൽട്രേഷൻ ചെയ്യണം. ഓക്കെ, സോ ഓപ്ഷൻ ഡി, the process of separation of different dissolved constituents of a mixture by adsorbing them over an appropriate, അതിന് പറയുന്ന പേര് അഡ്സോർബൻ്റ് ആണോ അല്ലെങ്കിൽ അബ്സോർബൻ്റ് ആണോ? അഡ്സോർബൻ്റ് ആണ്. ഇവിടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇവിടെ D ആണ്, ഇവിടെ B ആണ്. അപ്പോൾ ഒന്ന് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻസിനെ നമ്മൾ ഡിഫറെൻറ്റ് പിഗ്മെന്റ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ക്രോമാറ്റോഗ്രഫി. ഓക്കെ, ക്രോമാറ്റോഗ്രഫി. അപ്പോൾ അഡ്സോർബൻ്റ് ആണോ അബ്സോർബൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? അബ്സോർബൻ്റ്. അത് മാറിപ്പോവരുത്. ഇറ്റ് ഈസ് കോൾഡ് അബ്സോർബൻ്റ്.
it is called chromatography. Used appropriate absorbent. ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ് ഇവിടെ നടക്കുന്നതെങ്കിലും ക്രോമാറ്റോഗ്രഫിയിൽ നടക്കുന്നത് ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ, AD അഡ്സോർപ്ഷൻ ആണെങ്കിലും നമ്മൾ അവിടെ പറയുന്ന യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് ഇതെന്നാണ് പറയുക, ഇറ്റ് ഈസ് അബ്സോർബൻറ്റ്. ഓക്കെ, അബ്സോർബൻറ്റ് ആൻഡ് ക്രോമാറ്റോഗ്രഫി. ഓക്കെ, ഇനി എ മിക്സ്ചർ ഓഫ് അയഡിൻ ആൻഡ് സാൻഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ്. ഓക്കെ, സാൻഡ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഡീകാൻറ്റേഷൻ ആണെന്ന് വിചാരിക്കും. ഡീകാൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ സപ്പോസ് ഒരു കണ്ടെയ്നറിൽ കുറച്ച് സാൻഡും, ഇതൊരു കണ്ടെയ്നറാണ്, ഇതിൽ കുറച്ച് സാൻഡും വാട്ടറും ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് മിക്സ് ചെയ്തിരിക്കുവാണ്. സോ നമ്മൾ കുറച്ച് നേരം ഇതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ സെറ്റിൽഡ് ആവാൻ വേണ്ടി വെക്കും. എന്നിട്ട് ഈ റെസിഡ്യൂ അല്ലെങ്കിൽ ഈ ഏറ്റവും അവസാനത്തെ ഈ ഒരു ഫിൽട്രേറ്റിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? ഈ വാട്ടറിനെ മാത്രം പോർ ഔട്ട് ചെയ്ത് എടുക്കും. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകാൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സബ്ലിമേഷൻ? The process of എന്താണ്? സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ബൈ സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോളിഡ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ്. അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഒരു സോളിഡ് ഡയറക്ട്ലി എന്തായിട്ട് കൺവേർട്ടഡ് ആവും? ഗ്യാസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാഫ്തലിൻ ബോൾസ് നമുക്കറിയാം. നാഫ്തലിൻ ബോൾസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. നാഫ്തലിൻ എന്ത് സംഭവിക്കും? കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് സബ്ലിമേഷൻ സംഭവിച്ചിട്ട് അത് ഗേഷ്യസ് ആയിട്ട് മാറി പിന്നീട് അത് മാഞ്ഞു പോകും അല്ലേ? അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് എസ്കേപ്പ് ആവും. അപ്പോൾ ചില സോളിഡ്സിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇറ്റ് ക്യാൻ ഡയറക്ട്ലി കൺവേർട്ട് ഇൻ ടു ഗേഷ്യസ് ഫോം. ശരിക്കും സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറിയിട്ടാണ് ഗ്യാസിലോട്ട് കൺവേർട്ടഡ് ആവുക. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ, അപ്പം അയഡിനും എന്തൊരു പ്രോപ്പർട്ടി ഉണ്ട്? ഈ ഒരു സബ്ലിമേഷൻ ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അയഡിനും എന്ത് സംഭവിക്കും? ഇതുപോലെ വേപ്പറൈസ് ചെയ്ത് പോകും. സോ ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് സബ്ലിമേഷൻ. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം കോളം എ ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം കോളം ബി ആണ്. ഓക്കെ, സോ ഇതും സെപ്പറേഷൻ ഓഫ് മിക്സേഴ്സ് ആണ്. നമ്മൾ പഠിച്ച ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് കളേർഡ് ഡൈസ് ഫ്രം ബ്ലൂ ബ്ലാക്ക് ഇങ്കിൽ നിന്ന് കളേർഡ് ഡൈസിനെ റിമൂവ് ചെയ്യുന്ന. അപ്പോൾ ശരിക്കും എന്താണ്? ഇവിടെ ഡൈ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഗ്മെന്റ് ആണ്. അപ്പോൾ പിഗ്മെന്റ്സിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? ക്രോമാറ്റോഗ്രഫി. ഓക്കെ, പിഗ്മെന്റ്സിനെ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ക്രോമാറ്റോഗ്രഫി. ഇനി ദ പ്രോസസ് ഓഫ് റിമൂവിങ് കോമൺ സോൾട്ട് ഫ്രം ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ. കോമൺ സോൾട്ടിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമൺ സോൾട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ കോമൺ സോൾട്ടിന്റെ പ്രിപ്പറേഷൻ തന്നെ എന്താണ്? ഇവാപ്പറേഷൻ ആണ് അല്ലേ? വെള്ളം എടുക്കുന്നു, മീൻസ് സലൈൻ വാട്ടർ എടുക്കുന്നു, നമ്മൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ വെക്കുന്നു, ആ വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു, ബാക്കിയുള്ള സോൾട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ. ഓക്കെ, ഇവാപ്പറേഷനും ബോയിലിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും വേറെയാണ്. ബോയിലിംഗ് എന്ന് വെച്ചാൽ എപ്പോഴേ സംഭവിക്കുള്ളൂ? ആ ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചാണ് ബോയിലിംഗ് സംഭവിക്കുക. പക്ഷെ ഇവാപ്പറേഷൻ റൂം ടെമ്പറേച്ചറിലാണെങ്കിലും സംഭവിച്ചോളും. ഓക്കെ, ദെൻ the process of obtaining nitre crystals from an aqueous solution of nitre and common salt. കോമൺ സോൾട്ടിന്റെയും നൈറ്ററിന്റെയും ഒരു മിക്സർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മിക്സറിൽ നിന്ന് നൈട്രനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ബൈ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ തന്നെയാണ്. അതായത് ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ജസ്റ്റ് എടുക്കുന്നു, ഒരു കണ്ടെയ്നറിൽ നമുക്ക് വേണ്ട മിക്സർ എടുക്കുന്നു, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ലിക്വിഡ് പാർട്ട് റിമൂവ് ആവും, ബാക്കിയുള്ള സോളിഡ് പാർട്ട് നമുക്ക് ക്രിസ്റ്റൽസ് ആയിട്ട് കിട്ടും. ഇതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുക. അങ്ങനെ സാധാരണ ക്രിസ്റ്റലൈസേഷൻ ചെയ്താൽ പോരാ, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നൈട്രന്റെയും അതേപോലെ കോമൺ സോൾട്ടിന്റെയും മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം രണ്ടും ഏകദേശം ഒരേ ഒരു ഫോമിലാണ്, സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് ഇത് പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ അല്ല, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ. ഇനി നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം സിയിൽ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ എടുക്കുന്ന പ്രോസസ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഇറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ. നമ്മൾ മലയാളത്തിൽ സ്വേദനം എന്നൊക്കെ പറയുന്ന പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഡിസ്റ്റിലേഷൻ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ അറിഞ്ഞിരിക്കുക. ക്രൂഡ് ഓയിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ പെട്രോളിയത്തിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ സെപ്പറേഷൻ എന്ന് വെച്ചാൽ 2 3 അതിൽ കൂടുതലോ
ലിക്വിഡ് പാർട്ട് കമ്പൈനിങ് ആയിട്ടുള്ള മിക്സ്ചറാണ് ക്രൂഡ് ഓയിൽ അല്ലേ. അപ്പോൾ ക്രൂഡ് ഓയിൽ സെപ്പറേഷൻ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, അതായത് ഒരു ഫ്രാക്ഷണൽ കോളം യൂസ് ചെയ്യും. നമ്മൾ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രാക്ഷണൽ കോളം യൂസ് ചെയ്യും. അതിന്റെ ബോയിലിംഗ് പോയിന്റ്സിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിസ്റ്റിലേഷനിലൂടെ നമ്മൾ മിക്സേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഫ്രം റിവർ വാട്ടർ. എന്ത് ചെയ്താൽ മതി? കുറച്ചു നേരം സെഡിമെന്റ് ചെയ്യാൻ വേണ്ടി അനക്കാതെ വെച്ചാൽ മതി അല്ലേ. സോ സെഡിമെന്റേഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. Statements given below are incorrect. Write the correct statements. ഇതിൽ ഏതാണ്? ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഇൻകറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സിനെ കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട് ഈസ് കോൾഡ് ആറ്റോമിസിറ്റി. അപ്പൊ ആറ്റോമിസിറ്റി എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ആറ്റംസിനെയാണോ ആറ്റോമിസിറ്റി എന്ന് പറയുക? അല്ല. ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ വൺ മോളിക്യൂൾ ഓഫ് ആൻ എലമെന്റ് ആണ്. ഓക്കെ, വൺ മോളിക്യൂൾ ഓഫ് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്യൂൾ അല്ല, ഒരു എലമെന്റിന്റെ മോളിക്യൂൾ ആണ്. അതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, സോ അതിനെയാണ് ആറ്റോമിസിറ്റി എന്ന് പറയുക. അല്ലാതെ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റോമിസിറ്റി വീണ്ടും കൂടും അല്ലെ. എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ആയിട്ട് മാറണം. അപ്പോൾ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു മോളിക്യൂളിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്, അതാണ് എന്ത്? അതിന്റെ ആറ്റോമിസിറ്റി. ദ സിംബൽ ഓഫ് എലമെന്റ് സോഡിയം ഈസ് SO ആണോ? അല്ല. എന്താണ്? Na അല്ലെ. Na ആണ് സോഡിയം. Na ലാറ്റിൻ ഒറിജിൻ ആണ്. ശരിക്കും സോഡിയം Na ആണ്. Then the constants of a mixture are present in a fixed ratio. ശരിക്കും മിക്സ്ചർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഫിക്സ്ഡ് റേഷ്യോ ഉണ്ടാവോ? ഇല്ല. അവിടെ എന്തായിരിക്കും? നോൺ ഫിക്സ്ഡ് അല്ലെങ്കിൽ എനി റേഷ്യോ, പ്രസന്റ് ഇൻ എനി റേഷ്യോ എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ആൻസർ. The insoluble material which settle down when a suspension is allowed to stand undisturbed is called a sediment. അതായത് ഇൻസൊല്യൂബിൾ മെറ്റീരിയലിനെ നമ്മൾ കുറച്ച് നേരം സെറ്റിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. ഓക്കെ, ഇപ്പോൾ സാൻഡ് ഇൻ വാട്ടർ ആണെന്ന് വിചാരിക്കുക. ഇതിനെ കുറച്ച് നേരം നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. When a suspension is allowed to stand undisturbed is called sediment. ഇതിനെ ഈ ബാക്കിയുള്ളതിനെയാണോ നമ്മൾ സെഡിമെന്റ് എന്ന് പറയുക? സോറി, ബാക്കിയുള്ളതിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് allowed to undisturbed is called filtrate. ഇതിനെയാണോ നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയുക? ഫിൽട്രേറ്റ് ഏതാണ്? ഇതിലെ ലിക്വിഡ് പാർട്ടാണ് ശരിക്കും ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇവിടെ വെക്കുമ്പോൾ താഴെ സെഡിമെന്റേഷൻ സംഭവിക്കുന്ന പാർട്ടിന് നമ്മൾ പറയുക സെഡിമെന്റ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. സെഡിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാൻഡ് ആയിരിക്കും. ഓക്കെ, ഫിൽട്രേറ്റ് വാട്ടർ ആണ്. അതായത് സാൻഡ് വാട്ടർ മിക്സറിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. സാൻഡ് വാട്ടർ മിക്സറിൽ ഫിൽട്രേറ്റ് വാട്ടർ ആണ്, അത് ലിക്വിഡ് പാർട്ട്. ദെൻ സോളിഡ് പാർട്ട് ആയിട്ടുള്ള സാൻഡ് ആയിരിക്കും അവിടെ താഴെ സെറ്റിൽ ആവുക. സെറ്റിൽഡ് ആവുന്ന പാർട്ടിന് നമ്മൾ എന്തെന്ന് പറയും? സെഡിമെന്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ആൽക്കഹോൾ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ ഇൻ വാട്ടർ ബിക്കോസ് there is very little difference in their boiling points. അത് ശരിയാണോ? അതായത് ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വളരെ കുറവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ല. ശരിക്കും ആൽക്കഹോളും വാട്ടറും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. ഓക്കെ, ബിക്കോസ് ഏകദേശം പറയുവാണെങ്കിൽ ഒരു 45 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മുടെ മെത്തനോൾ അല്ലെങ്കിൽ എത്തനോൾ ബോയിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യുക. ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഇവരുടെ ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ്സ് തമ്മിൽ വലിയൊരു ഡിഫറൻസ്, അതായത് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ് ഇസ് മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാധാരണ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്റ്റിലേഷൻ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ഫ്രാക്ഷണൽ കോളത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രാസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലോയ് ആണോ, കോമ്പൗണ്ട് ആണോ, മിക്സ്ചർ ആണോ, എലമെന്റ് ആണോ? ഓക്കെ, സോ നമുക്ക് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം അലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസിന്റെ കോമ്പിനേഷൻ ആണ് അല്ലേ. മെറ്റൽ പ്ലസ് മെറ്റൽ അല്ലേ. മെറ്റൽ പ്ലസ് മെറ്റൽ ആണ് അലോയ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ് ആണ് അലോയ്സ്. സ്റ്റീൽ ഒരു അലോയ് ആണ് അല്ലേ, അതിൽ അയൺ ഉണ്ട്, അതേപോലെ കാർബൺ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് മെറ്റൽസിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറയുന്നത്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ്സിന്റെ കോമ്പിനേഷൻ ആണ്. എലമെന്റ് പ്ലസ് അനദർ എലമെന്റ്. ഓക്കെ, H2O ഒരു
കോമ്പൗണ്ട് ആണ്. ഇനി മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ ഒരുമിച്ചാവുന്ന തന്നെയാണ് മിക്സർ എന്ന് പറയുക. ഇപ്പോൾ സാൻഡ് പ്ലസ് വാട്ടർ, സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ഇതൊക്കെ എന്താണ്? മിക്സ്ചർ ആണ്. എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പീരിയോഡിക് ടേബിള് 118 എലമെന്റ്സ് ഉള്ളതുപോലെ ഇഷ്ടംപോലെ എലമെന്റ്സ് നമ്മുടെ ഏർത്തിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുക. ദെൻ ഇതിൽ ബ്രാസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചേക്കണം. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ബ്രാസ് എന്ന് പറയുന്ന എലമെന്റിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ ബ്രാസ് ഈസ് ആൻ അലോയ്. ഒരു അലോയ് ആണ് ബ്രാസ് എന്ന് പറയുന്നത്. എ പാർട്ടിക്കിൾ മേ ബി, ഒരു പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആറ്റം ആണോ, മോളിക്യൂൾ ആണോ, ഐസോടോപ്പ് ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? ഓക്കെ, ഒരു പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ അത് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ആറ്റം ആവാം. ഒരു പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ആവാം. ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, ഐസോടോപ്പ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. എന്താണ് ആറ്റം എന്നുള്ളത് നമുക്കറിയാം. ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. വാട്ട് ആർ ഐസോടോപ്സ്? ഐസോടോപ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഐസോടോപ്സിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സെയിം അറ്റോമിക് നമ്പർ, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ള എലമെൻസിനെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ്റെ മാത്രം ഞാനിപ്പോൾ പറയാം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് ആണ്. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ഹൈഡ്രജൻ എലമെന്റ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് മാറില്ല? ആറ്റമിക് നമ്പർ മാറില്ല, മാസ് നമ്പർ ആയിരിക്കും ഇവിടെ ചേഞ്ച് ആവുക. മാസ് നമ്പർ 1 ആണെങ്കിൽ പ്രോട്ടിയം, മാസ് നമ്പർ 2 ആണെങ്കിൽ ഡ്യൂട്ടീരിയം, മാസ് നമ്പർ 3 ആണെങ്കിൽ ട്രിഷ്യം. ഓക്കെ, പ്രോട്ടിയത്തിന്റെ യൂസ് എന്താണ്? മീൻസ് പ്രോട്ടിയം ഈസ് ദി അബണ്ടന്റ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് പ്രോട്ടിയമാണ്. ഓക്കെ, then deuterium is used in nuclear reactors. ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ് ഡ്യൂട്ടീരിയം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആയിട്ട്, ഇതിനെ നമ്മൾ ഹെവി വാട്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഹെവി വാട്ടർ ഇസ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഇനി റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ട്രിഷ്യമാണ്. ഓക്കെ, ഇതെല്ലാം എക്സ്ട്രാ പോയിന്റ്സ് ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താവാം? ഏത് വേണമെങ്കിലും ആവാം. ആറ്റം, മോളിക്യൂൾ, ഐസോടോപ്പ്, ഏതിനെ വേണമെങ്കിലും നമുക്ക് ഒരു പാർട്ടിക്കിൾ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ്. സിംബൽ ഓഫ് മഗ്നീഷ്യം. ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംബൽ ഓഫ് മഗ്നീഷ്യം എന്താണ്? Mg. ഓക്കെ, Mn എന്താണ്? മാംഗനീസ്. Hg എന്താണ്? മെർക്കുറി. Hg എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മെർക്കുറി, ഇറ്റ് ഇസ് എ ലിക്വിഡ് മെറ്റൽ. മെർക്കുറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലിക്വിഡ് മെറ്റൽ, റൂം ടെമ്പറേച്ചറിൽ എന്താണ്? ലിക്വിഡ് ആയിരിക്കും. ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. നമ്മൾ മെർക്കുറിക് തെർമോമീറ്റേഴ്സ്, ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്? മീൻസ് എലമെന്റ് ഏതാണ്? മെർക്കുറി ആണ്. ഓക്കെ, Hg ആണ് അതിൻ്റെ സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാച്ചുറലി ഒക്കറിങ് എലമെന്റ്സ് ആർ. നാച്ചുറലി ഒക്കറിങ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർത്തിൽ എത്ര എലമെന്റ്സ് ആണ് നാച്ചുറലി ഒക്കറിങ് എന്ന് വെച്ചാൽ മാൻ മെയ്ഡ് അല്ലാത്തത്. ഓക്കെ, ഹ്യൂമൻ മെയ്ഡ് അല്ലാത്തത് എത്ര എണ്ണമാണ്? ശരിക്കും നോക്കുവാണെങ്കിൽ 94. ഓക്കെ, 94 എലമെന്റ്സ് ആണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ട് ഉള്ളത്. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? മാൻ മെയ്ഡ് ആണ്. മാൻ മെയ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം തന്നെ മിക്കവാറും റേഡിയോ ആക്റ്റീവും ആയിരിക്കും. ഓക്കെ, ടെക്നീഷ്യം അതുപോലുള്ള എലമെന്റ്സ് എല്ലാം റേഡിയോ ആക്റ്റീവും കൂടി ആയിരിക്കും. ഇനി മെറ്റീരിയൽ ഇസ് ലാർജ്ലി കമ്പോസ്ഡ് ഓഫ്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണത്? നമുക്കറിയാം, മെറ്റൽസ്, ഓർഗാനിക് മാറ്റർ, ആറ്റംസ്, നൺ ഓഫ് ദി എബോവ്. ഏതാണ്? ആറ്റംസ്. ശരിക്കും മെറ്റൽസ് കൊണ്ടും മെറ്റീരിയൽ ഉണ്ടാക്കാം, ഓർഗാനിക് മാറ്റർ കൊണ്ട് മെറ്റീരിയൽ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ കീയിൽ ഉണ്ടാവുക. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ഓക്കെ, മെറ്റീരിയൽ ഓർ പാർട്ടിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റംസ് ആണ് ഏറ്റവും ബേസിക് പാർട്ട് എന്ന് പറയണം ഒരു മാറ്ററിന്റെ. ഓക്കെ, ദെൻ സിമ്പിൾ ഓഫ് അയൺ. അയണിന്റെ സിമ്പിൾ, ഇങ്ങനെയുള്ള സിമ്പിൾസ് മിക്കതും പഠിച്ചിരിക്കണം. സിമ്പിൾ ഓഫ് അയൺ ഇസ് ഐ ആണോ, Fe ആണോ, Ne ആണോ, Sn ആണോ? ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ അത് അയഡിൻ ആണ്. Fe ആണ് നമ്മുടെ അയണിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ Ne എന്ന് പറയുന്നത് നിയോൺ ആണ്. Sn എന്ന് പറയുന്നത് ടിൻ ആണ്. ടിൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
SN നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? ടിൻ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. SN is a symbol of tin. Okay. Then alloys are a form of which of the following? Alloys എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു മെറ്റൽസിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ alloys എന്ന് വിളിക്കുക. അപ്പോൾ 3 ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ്. alloys are a form of which of the following എന്ന് ചോദിക്കുകയാണെങ്കിൽ it is metals. Okay. Next, symbol of boron is. ബോറോണിന്റെ സിമ്പൽ എന്താണ്? ഓക്കെ, ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം ഓപ്ഷൻസ് ഏകദേശം എല്ലാം ഒരേപോലെ ആയിരിക്കണം. BA, BR, BE. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ബി ആണ് ബോറോണിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി അല്ലേ, എല്ലാം നമ്മൾ 12, 13, 14 ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ബോറോൺ ഒരു മെറ്റലോയിഡ് ആണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. ബോറോൺ ഈസ് എ മെറ്റലോയിഡ്. മെറ്റലോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണ് ഈ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇവർ ചില സമയത്ത് മെറ്റലിനെ പോലെ ആക്ട് ചെയ്യും, ചില സമയത്ത് നോൺ മെറ്റലിനെ പോലെയും ആക്ട് ചെയ്യും. അതാണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ. സിലിക്കൺ, ജെർമേനിയം ഇതൊക്കെ എന്താണ്? മെറ്റലോയിഡ്സ് ആണ്. അപ്പോൾ സിലിക്കണും ജെർമേനിയം ഒക്കെ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റലോയിഡ്സ് ആണ്. ഞാനിവിടെ നോട്ട് ചെയ്യാം. സിലിക്കൺ ആൻഡ് ജെർമേനിയം എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എലമെന്റ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് സെമി കണ്ടക്ടേഴ്സ്? സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇത് ഫിസിക്സിലെ ഒരു പാർട്ടാണ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവർ നോർമൽ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിൽ ഇവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഇവർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ ഹൈ ടെമ്പറേച്ചറിൽ ഇവർ എന്ത് ചെയ്യും? ഒരു കണ്ടക്ടറിനെ പോലെ ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നമുക്ക് എളുപ്പം എന്താണ്? ഇതുപോലുള്ള മെറ്റലോയിഡ്സിനെ എടുക്കുന്നതാണ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എന്നാൽ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഇൻ ബിറ്റ്വീൻ ഒരു ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരാണ് ഈ എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ മെറ്റലോയിഡ്സ് യൂസ് ചെയ്യുന്നു എന്ന് ആലോചിക്കുക. ഇവിടെ ബോറോൺ ഒരു മെറ്റലോയിഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി സിമ്പൽ ഓഫ് കോബാൾട്ട്. കോബാൾട്ടിന്റെ സിമ്പൽ എന്താണ്? CO ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. Cu കോപ്പർ, Cl ക്ലോറിൻ, Ca കാൽഷ്യം. Okay. Then move on to next slide. A compound result from chemical combination of 2 or more atoms ആണോ ഒരു കോമ്പൗണ്ട് കിട്ടുക, അല്ലെങ്കിൽ 2 or more നോൺ മെറ്റൽസ് ഓൺലി ആണോ, 2 or more മെറ്റലോയിഡ്സ് ആണോ, 2 or more ആറ്റംസ് ആൻഡ് നോൺ മെറ്റൽസ് ആണോ? ഒരു കോമ്പൗണ്ട് കിട്ടണമെങ്കിൽ അത് ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. പക്ഷെ അവിടുത്തെ തെറ്റെന്താണ്? ആറ്റംസ് ഓൺലി എന്ന് വന്നിരിക്കുന്നതാണ്. ആറ്റംസ് മാത്രമാണോ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുക? അല്ല, ആറ്റംസ് മാത്രമല്ല, നോൺ മെറ്റൽസ് കമ്പൈൻ ചെയ്താലും ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പോൾ മെറ്റലോയിഡ്സ് പക്ഷെ കമ്പൈൻ ചെയ്തിട്ട് മാറില്ല. സോ ഇവിടുത്തെ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് 2 or more ആറ്റംസ് ആൻഡ് നോൺ മെറ്റൽസ്. 2 or more ആറ്റംസും നോൺ മെറ്റൽസ്. ഓക്കെ. അതർ ദാൻ ഓക്സിജൻ, കാൽഷ്യം 92% ഓഫ് ദി എർത്ത് ക്രസ്റ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. ഓക്കെ, അതായത് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ അബണ്ടന്റ് ആയിരിക്കുന്ന ഏതാണ്? ഓക്സിജൻ ആണ്. സെക്കൻഡ് കാൽഷ്യം. അത് കഴിഞ്ഞിട്ട് തേർഡ് അബണ്ടന്റ് എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് അലുമിനിയം. ഓക്കെ, അലുമിനിയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസുകളിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്യാം. അലുമിനിയത്തിന്റെ ഓർ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് ബോക്സൈറ്റ്, ഓർ ഓഫ് അലുമിനിയം. ഓക്കെ, അലുമിനിയത്തിന്റെ ഒരു കോമ്പൗണ്ട് ആണ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ കോമ്പൗണ്ട് ആണ് ആലം. Compound of aluminium used for water purification. അലുമിനിയത്തിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സസ് ഹൂപ്സ് പ്രോസസ്.
ഹൂപ്സ് പ്രോസസ്. ഓക്കെ, സോ അലുമിനിയത്തിൻ്റെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിരിക്കുക. അലുമിനിയത്തിൻ്റെ ഓർ ഏതാണ്, അലുമിനിയത്തിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഈ പേരുകളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ PB ഈസ് ദ സിമ്പിൾ ഓഫ് PB. ഇതിൽ എന്തിൻ്റെ സിമ്പിളാണ്? ലെഡ്, ഫോസ്ഫറസ്, പ്ലാറ്റിനം ആൻഡ് പലേഡിയം. ഇതിൽ ലെഡിൻ്റെ സിമ്പിളാണ് PB എന്ന് പറയുന്നത്. ഓക്കെ, ഫോസ്ഫറസ് P, പ്ലാറ്റിനം ആൻഡ് പലേഡിയം. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. Other than carbon, nitrogen, oxygen and hydrogen, another element of a tree is. ഇതിൽ കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടെ വരാൻ പറ്റിയ വേറൊരു എലമെൻ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ എർത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലൊക്കെ ആയാലും ഈ ഒരു ട്രീ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മുടെ എർത്തിലായാൽ ഇതിൽ ഏത് എലമെൻ്റ് കൂടെ നമുക്കിതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഫോസ്ഫറസും നമ്മുടെ എർത്തിൽ ഈ ബാക്കിയുള്ള എലമെൻറ്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. ഓക്കെ, എലമെൻറ്റ്സ് അൺകോമൺ ടു ബോത്ത് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻക്ലൂഡ്. അപ്പോൾ ലിവിങ്ങിലും നോൺ ലിവിങ്ങിനും അൺകോമൺ ആയിരിക്കുന്നത്. ഓക്കെ, രണ്ടിലും. ഓക്കെ, ഓക്സിജൻ, കാർബൺ, സിലിക്കൺ, നൈട്രജൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും ഉണ്ട്, കാർബണും ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും ഉണ്ട്, നൈട്രജനും ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും ഉണ്ട്. പക്ഷേ സിലിക്കൺ എന്തില്ല? സിലിക്കൺ കുറച്ചൊക്കെ ടോക്സിക് ആണ്. സോ സിലിക്കൺ രണ്ടിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, നോൺ ലിവിങ്ങിൽ മാത്രമാണ് മിക്കവാറും കാണാൻ പറ്റുന്നത്. ദ മോസ്റ്റ് കോമൺ എലമെന്റ് ഇൻ ദി എയർ ഇസ്. നമ്മുടെ എയറിലെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ അബണ്ടന്റ് എലമെന്റ്. അബണ്ടന്റ് എലമെന്റ്സ് എപ്പോഴും പഠിച്ചിരിക്കുക. അബണ്ടന്റ് എലമെന്റ്സ് നമ്മുടെ യൂണിവേഴ്സിലെ അബണ്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. സെക്കൻഡ് ഹീലിയം. അറ്റ്മോസ്ഫിയറിലെ അബണ്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് നൈട്രജൻ, ദെൻ ഓക്സിജൻ, ദെൻ ആർഗൺ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിലെ അബണ്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജൻ. ഓക്കെ, സോ ഇതെപ്പോഴും പഠിക്കാനുള്ളൊരു കോഡ് എന്ന് പറയുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചിരിക്കണം. പക്ഷെ ആദ്യത്തെ ആൾക്കാരെ പഠിക്കാനുള്ളൊരു കോഡ് എന്ന് പറയുന്നത് UAE-HNO എന്ന് പഠിക്കാം. ഓക്കെ, യൂണിവേഴ്സിലെ ഹൈഡ്രജൻ, അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ, എർത്തിൻ്റെ ക്രസ്റ്റിൽ ഓക്സിജൻ. ഓക്കെ, UAE-HNO എന്ന് പഠിക്കുക. സോ ദ മോസ്റ്റ് കോമൺ എലമെന്റ് ഇൻ ദ എയർ ഇസ് ഓപ്ഷൻ 2 നൈട്രജൻ. ഓക്കെ, physical properties are individual and not result of constituting elements in. ഓക്കെ, അതായത് കോമ്പൗണ്ട്സ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എലമെന്റ്സ് കിട്ടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് റിസൾട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എലമെന്റ്സ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഇൻഡിവിജ്വൽ ആൻഡ് നോട്ട് റിസൾട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാലൻസി ഓഫ് ആൻ എലമെന്റ് ഇസ്. ഒരു എലമെന്റിന്റെ വാലൻസി എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആറ്റം ആണോ? നമ്പർ ഓഫ് ബോണ്ട്സ് ഫോംഡ് ബൈ ഇറ്റ്സ് ഓൺ ആറ്റം ആണോ? ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ദാറ്റ് കമ്പൈൻ വിത്ത് വൺ ആറ്റം ഓഫ് ഇറ്റ് ആണോ? ഓൾ ഓഫ് ദി എബോവ് ആണോ? ശരിക്കും എന്താണ് വാലൻസി എന്ന് പറഞ്ഞാൽ? ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് വൺ ആറ്റം കറക്റ്റ് ആണ്. ദ നമ്പർ ഓഫ് ബോണ്ട് ഫൗണ്ട് ബൈ ആറ്റം, ഒരു ആറ്റം എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുള്ളത് വാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, കറക്റ്റ് ആണ്. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ദാറ്റ് കമ്പൈൻ വിത്ത് വൺ ആറ്റം, ഹൈഡ്രജനും എന്താണ്? ഒരു ബോണ്ട് ഫോം ചെയ്യും അല്ലേ? ഹൈഡ്രജൻ ബോണ്ടുകളും ഫോം ചെയ്യാൻ എന്താണ് റീസൺ? അതിന്റെ വാലൻസി തന്നെയാണ്. അപ്പോൾ ശരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓൾ ദ എബവ്, അല്ലെങ്കിൽ ഓൾ ദ എബവ് ഇവിടെ ഇല്ലെങ്കിൽ ഇവരുടെ ആൻസർ എന്ന് പറയുന്നത് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആറ്റം ആയിരിക്കും. ഓക്കെ, ദ ഒക്ടറ്റ് റൂൾ ഇസ് the tendency of an atom to have 8 electrons in the outermost shell. The tendency of atoms to have 8 pairs of electrons in the valence shell. The tendency of a molecule to have a total of 8 electrons. The tendency of atom to have 8 non-bonding electrons. ഇതിൽ ഏതാണ് ആൻസർ? നമുക്കറിയാം. ദ ടെൻഡൻസി ഓഫ് ആറ്റംസ് എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് വേണം. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുകളുണ്ട്. അതിൽ ഓരോ ഷെല്ലിലും അതിനനുസരിച്ചുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ ഷെല്ലിലും KLMN എന്ന് പറയുന്ന ഷെല്ലുകളുണ്ട്. അതിൽ 1 2 3 4 എന്നൊക്കെ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. സോ ഇതിൽ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഓക്യുപ്പൈഡ് ആവുന്നുള്ളത് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, 2n² എന്ന് പറയുമ്പോൾ K ഷെല്ലിലാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണമാണ്?
1. അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. 2 × 1 സ്ക്വയർ ഈക്വൽ ടു 2. 2 ഇലക്ട്രോൺസ് ആണ് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് നമ്മൾ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയാലാണ് ഒരു എലമെന്റ് സ്റ്റേബിൾ ആവുന്നത്. അതിനു വേണ്ടിയാണ് എല്ലാ എലമെന്റ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി ആരുടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്? നോബിൾ ഗ്യാസസിന്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പിൽ വരുന്ന എല്ലാ നോബിൾ ഗ്യാസസിന്റെയും ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സനോൺ, റെഡോൺ എന്ന് പറയുന്ന ഈ നോബിൾ ഗ്യാസസിന്റെ എല്ലാം ഒക്റ്ററ്റ് എന്താണ്? കംപ്ലീറ്റ് ആണ്. അവരൊരിക്കലും റിയാക്ട് ചെയ്യില്ല. പക്ഷേ വളരെ റെയർ ആയിട്ട് നോബിൾ ഗ്യാസസ് തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്? റിയാക്ട് ചെയ്യാറുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക, വളരെ റെയർ ആയിട്ടാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. 8 pairs ഓഫ് ഇലക്ട്രോൺസ് ആണോ? അല്ല, 8 ഇലക്ട്രോൺസ് ആണ്. പെയേഴ്സ് എന്ന് വന്നതായിരുന്നു ഇവിടുത്തെ തെറ്റ്. ഇനി ദ ടെൻഡൻസി ഓഫ് മോളിക്യൂൾ ടു ഹാവ് ടോട്ടൽ 8 ഇലക്ട്രോൺസ് ആണോ? അല്ല, ടോട്ടൽ എന്ന് വന്നതായിരുന്നു അവിടുത്തെ മിസ്റ്റേക്ക്. ഇനി ടെൻഡൻസി ഓഫ് ആറ്റം ടു ഹാവ് 8 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണോ? അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓക്കെ, ദ ഒക്റ്ററ്റ് റൂൾ ഇസ് എന്താണ്? ടെൻഡൻസി ഓഫ് ഇലക്ട്രോൺ ടു ആറ്റം ടു ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. An ionic bond is formed between. ഒരു അയോണിക് ബോണ്ട് ആരൊക്കെ തമ്മിലാണ് ഫോം ചെയ്യുക? അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? NaCl. Clന്റെ ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺസ്, Na ഔട്ടർ മോസ്റ്റ് 1 ഇലക്ട്രോൺ. ഈ 1 ഇലക്ട്രോൺ Na ഡൊണേറ്റ് ചെയ്യുന്നു, Cl അക്സെപ്റ്റ് ചെയ്യുന്നു. Naക്ക് പോസിറ്റീവ് ചാർജും Cl നെഗറ്റീവ് ചാർജും വരുന്നു. അങ്ങനെ NaClന്റെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ദിസ് ബോണ്ട് ഇസ് നോൺ ആസ് അയോണിക് ബോണ്ട്. അയോൺസ് ആയിട്ട് മാറിയിട്ടാണല്ലോ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. അയോണിക് ബോണ്ട്, അയോൺസ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ചാർജ് കൈവരിക. ഓക്കെ, സോ അയോണിക് ബോണ്ട് അതാണ്. അയോണിക് ബോണ്ട് ഇസ് ഫോംഡ് ബിറ്റ്വീൻ, ഒന്ന് നോക്കിയേ, 2 മെറ്റൽ ആറ്റംസ്, 2 non-metal atoms, 1 metal atom and 1 non-metal atom, 1 metal atom and 1 metalloid atom. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ 2 മെറ്റൽ ആറ്റം എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പം Na എടുത്തു. എന്നയുടെ ഔട്ടർ മോസ്റ്റും 1 ആണ്, ഇതിന്റെ ഔട്ടർ മോസ്റ്റും 1 ആണ്. ആരാണ് ഡൊണേറ്റ് ചെയ്യുക, ആരാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്ട് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല? ഒരു അയോണിക് ബോണ്ട് ഒരിക്കലും ഫോം ചെയ്യില്ല. ഇനി അതേപോലെ തന്നെയാണ് 2 നോൺ മെറ്റൽ ആറ്റംസ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ ക്ലോറിൻ Cl2 മോളിക്യൂൾ ഉണ്ട് അല്ലേ? Cl2 മോളിക്യൂളിന്റെ കാര്യം എടുത്ത് നോക്കിയേ, രണ്ടിന്റെയും ഔട്ടർ മോസ്റ്റ് 7 ആണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഒരാൾ കൊടുക്കുക, ഒരാൾ മേടിക്കൊന്നും ചെയ്യില്ല. എന്ത് ചെയ്യും? രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കും. ഷെയർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇയാളുടെയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്, ഇയാളുടെയും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്. രണ്ടുപേരുടെയും ഒക്റ്ററ്റ് ഇവിടെ കംപ്ലീറ്റ് ആണ്. സെക്കൻഡ് Cl. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ഷെയറിങ്ങിന് പറയുന്ന പേരെന്താണ്? കോവലന്റ് ബോണ്ട്. അപ്പോൾ നോൺ മെറ്റൽസ് തമ്മിൽ എന്താണ് സംഭവിക്കുക? കോവലന്റ് ബോണ്ടാണ് സംഭവിക്കുക. അപ്പോൾ ശരിക്കും ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് NaClന്റെ കാര്യം തന്നെയാണ്. Na is a metal, Cl is a non metal. 1 metal atom and 1 non metal atom ആണ് ഇവിടുത്തെ ആൻസർ. C ആണ് ആൻസർ. ഓക്കെ, ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് ബോണ്ട് ആർ. ഓക്കെ, ഒരു അയോണിക് ബോണ്ട് അവിടെ ഉണ്ടാവണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുക? ലോ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ ആൻഡ് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോൺ മെറ്റൽ ആറ്റം. What is ionization energy? It is the energy required to remove outermost electron. Remove outermost electron from an atom. That is ionization energy. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ആർക്കായിരിക്കും ഏറ്റവും കുറവ്? ശരിക്കും അയണൈസേഷൻ എനർജി കുറവെന്ന് പറയുന്നത് മെറ്റൽസിനായിരിക്കും. മെറ്റൽസിന്റെ ഔട്ടർ മോസ്റ്റ് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. മെറ്റൽസിന്റെ സൈസ് താഴോട്ട് പോകുന്നതോറും പൊതുവെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോൾ എലമെന്റിന്റെ സൈസ് ചെറുതായി വരുന്നു, താഴോട്ട് പോകുമ്പോൾ എലമെന്റിന്റെ സൈസ് വലുതായി വരുന്നു. ഓക്കെ, സോ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസ് വെൻ വി ഗോ ഡൗൺ ടു ഗ്രൂപ്പ്.
ഇറ്റ് ഡിക്രീസ് വെൻ വി ഗോ അക്രോസ് ദി പീരീഡ്സ്. ഓക്കെ, സോ അത് എപ്പോഴും ഓർത്തിരിക്കണം. അപ്പം വലുതായി വരുന്നതിൻ്റെ റീസൺ എന്താണ്? മെറ്റൽസിൽ താഴോട്ട് വരുന്നതോറും, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഷെല്ലിൻ്റെ നമ്പർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നു അല്ലേ? ഷെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും വലുതാവും, ആറ്റത്തിൻ്റെ സൈസും വലുതാവും. അപ്പം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ മേടിക്കാൻ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് എന്താണ്? കുറവാണ് അല്ലേ മെറ്റൽസിന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ചാർജ്ഡ് ആക്കാം. എപ്പോഴും മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് ആണ് എപ്പോഴും മെറ്റൽസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ ഇങ്ങോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിന്റെ സൈസ് ചെറുതായി വരുന്നു. അതൊരിക്കലും ഷെൽസിന്റെ നമ്പർ കുറയുന്നത് കൊണ്ടല്ല, ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലോ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ, കറക്റ്റ് അല്ലേ? അയണൈസേഷൻ എനർജി കുറവാണ്. ദെൻ ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോൺ മെറ്റൽ. നോൺ മെറ്റലിന് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഇല്ലേ? ഇവിടെ നോൺ മെറ്റൽ നോക്കിയേ, Cl, ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഇല്ലേ? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഡെഫിനിഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ദി എനർജി റിലീസ്ഡ് when one electron added to it. എനർജി റിലീസ്ഡ് വെൻ വൺ ഇലക്ട്രോൺ ആഡഡ് ടു ഇറ്റ്. ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുമെങ്കിൽ അതാണ് ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ ആർക്കാണോ ഇലക്ട്രോണിന് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് അവരാണ് കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി കാണിക്കുന്ന ആൾക്കാർ. പൊതുവേ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആരാണെന്നറിയോ? ക്ലോറിൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ക്ലോറിൻ ഷോസ് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി. എന്നാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്നത് ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എടുക്കുമ്പോൾ അത് പറയാം. സോ ഇലക്ട്രോൺ അഫിനിറ്റി കാണിക്കുന്നത് ക്ലോറിനാണെന്ന് ആലോചിക്കുക. അപ്പോൾ ശരിക്കും നോൺ മെറ്റൽസിന് എന്താണ്? ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ബാക്കി ഓപ്ഷൻ ഒന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഹൈ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ, ഹൈ അയണൈസേഷൻ എനർജി ആണോ? അല്ല. ദെൻ ലോ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ, കറക്റ്റ്. ദെൻ ലോ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോൺ മെറ്റൽ, തെറ്റാണ്. ഇലക്ട്രോൺ അഫിനിറ്റി നോൺ മെറ്റൽസിന് കൂടുതലാണ്. ഇനി ഹൈ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ ആൻഡ് ലോ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോൺ മെറ്റൽ, അതും എന്താണ്? തെറ്റാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ രണ്ടും തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് ലോ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ ആൻഡ് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോൺ മെറ്റൽ ആറ്റം. ഓക്കെ, സോ നമ്മൾ ഇന്നെടുത്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മളെടുത്ത ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിഗാർഡിംഗ് ദിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ് ടു എക്സാം വരെ, നമ്മുടെ എക്സാം ഡേറ്റ് വരെ നമുക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും കൂടി നമുക്ക് ഈ കോഴ്സിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ വീക്ക്ലി എക്സാംസ് എല്ലാം നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുവാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.